ഹായ് മക്കളെ. അപ്പോൾ എല്ലാ മക്കൾക്കും നമ്മൾ പുതിയ വലിയൊരു സാധനം. അപ്പോൾ എല്ലാവരും രാവിലെ ഒന്നാമത്തെ കമ്പത്തിലൊക്കെ പോയോ? അമ്മ രാവിലെ കുളിച്ചില്ല, നല്ല തണുപ്പുണ്ട്, രാവിലെ തെറ്റിരിക്കുക. ചായ കുടിച്ചു നിങ്ങളൊക്കെ? അമ്മ ചായ കുടിക്കുക കേട്ടോ. ചായ കുടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോഴും ചായ കുടിക്കട്ടെ. നിങ്ങളൊക്കെ ചായ കുടിച്ചല്ലേ? അത് അമ്പലത്തിലൊക്കെ പോയല്ലേ? അപ്പം അമ്മ ഇന്ന് അമ്പലത്തിൽ പോയില്ല, അപ്പം ചായ കുടിച്ചല്ലേ? അപ്പോഴേ മക്കളെ നമ്മളെ വീട്ടിലെ ബാക്കിൽ കൊലിച്ചിരി പണിയുണ്ട്. അപ്പം അത് നടക്കുക. അപ്പം നമുക്കിത് ചൂര മേടിച്ചപ്പോൾ ചൂര അതാണേ, ചൂര മീൻ മേടിച്ച് ഒരു ചൂര മേടിച്ചോളെ. അപ്പം അങ്ങോട്ട് കറി വെക്കാം. ഇതിനകത്ത് എണ്ണ തൊണ്ടയ്ക്ക് ചെറിയ അടപ്പട്ടെ. അപ്പം നമുക്ക് എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് മുളക് കറി വെക്കാം. നമുക്ക് ആദ്യം അതിലോട്ട് മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നേ. അപ്പോൾ എന്നിട്ട് അമ്മ ചെയ്യുന്നത് പറഞ്ഞാൽ അതിനകത്തോട്ട് മുളക് പൊടി കുറവായി തട്ടിയിടണം. കണ്ട ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടി ഇട്ട് കണ്ട ഇത്രയും കൂടെ ചൂടാക്കിയിട്ട് ചെറിയ പച്ചമണം മാറുമ്പോൾ നമ്മൾ ഉലുവാപ്പൊടി ലാസ്റ്റ് ഇടുന്നോളെ. പച്ചമണം മാറുമ്പോൾ 2 വടക്കമ്പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ വെള്ളമായിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക. കണ്ട ഉപ്പിട്ടിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ മീൻ പറക്കിയിടും. നമ്മൾ മീൻ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ മീൻ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ട് കണ്ട മീൻ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് തിളച്ചുകൊണ്ട. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചൂരൊക്കെ കണ്ട ചൂര നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തേ. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. തലയും കഷ്ണം ഇനി ഇതിവിടെ കണ്ട് ഒന്ന് വേവട്ടെ. അപ്പോഴേ നമ്മൾ താണ്ടേ ചൂര ഇവിടെ കണ്ടിട്ട് വേവട്ടെ. അപ്പോഴേക്കും നമ്മളെ കണ്ട നമ്മൾ 5-6 ചക്കയുടെ 5-6 കഷ്ണവും. അപ്പോഴേ ഇവിടെ പണി കിടക്കുന്നുണ്ട്, ശബ്ദം പറയുന്നു. അപ്പോൾ ചക്കയുടെ 2-3 കഷ്ണങ്ങളും 2-3 ചക്കക്കറിയും കൂടെ ഇട്ട് നമുക്ക് ഇച്ചിരി അവിയൽ വെക്കാം. കൊതി അവിയലില്ല. അപ്പം നമുക്ക് അവിയൽ വെക്കാൻ പോവാം. അപ്പം അമ്മ അരിഞ്ഞിട്ട് കണ്ടിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോഴേക്കെ നമ്മളെ മീൻകറിയെല്ലാം പറ്റി അമ്മ ഇതിന് കുറച്ച് മീൻകറിയൊക്കെ മാറ്റി എണ്ണ ഇടാതെ. അപ്പം ഇതിന് അതിനകത്ത് എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പം നമ്മൾ ആ ചക്ക ഉണ്ട്, 2-3 ചക്ക കഷ്ണവും കുരുവും കൂടി ഇരുന്നേ. അത് അമ്മ ഇച്ചിരി അവിയൽ വെക്കാനായിട്ട് ഇതാ ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് അമ്മ ഇതിനെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ഇച്ചിരി തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഉണ്ടമുളക് കൂടെ അരിഞ്ഞിട്ട് അമ്മ ഈ അവിയലിന് വെച്ച് മഞ്ഞപ്പൊടി ഇട്ട്. അപ്പോഴേ ഇതെല്ലാം വെന്തിട്ട് അമ്മ കാണിച്ചു തരാം. അപ്പോഴേ മക്കളെ അമ്മ രാവിലെ ചോറൊക്കെ വെച്ച് നമ്മൾ ചക്ക അവിയലൊക്കെ വെച്ച് അത് ഉച്ചയ്ക്കമ്മ കാണിച്ചു തരാം. മീൻകറിയൊക്കെ എല്ലാം റെഡിയാക്കി. അപ്പം ഇവിടെ ഒരുത്തിക്ക് പായസം കുടിക്കണം. അപ്പോൾ നെയ്യിരിപ്പില്ല, അല്ലാതെ അമ്മ അടപ്പായസം വെക്കുക. അപ്പോൾ അടപ്പായസം വെക്കുന്നതിന് മുമ്പ് നമ്മളാണ്ട് കുറച്ച് പാവയ്ക്ക് നമ്മൾ ഉണക്കി വെച്ചില്ലായിരുന്നു. ആണ്ടേ കണ്ട അത് നല്ല കറുമുറ നമ്മൾ വറുത്തെടുത്തേ. അത് നമുക്ക് ടിന്നിനകത്തിട്ട് വെക്കാം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് സ്നാക്സായിട്ടും കഴിക്കാം. അത് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക. പക്ഷെ പാവയ്ക്ക വറുക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം തോരൻ വെക്കുന്നതാണ് എനിക്കിഷ്ടം. കണ്ട ഇത്രയും പാവയ്ക്കയുണ്ട്. കണ്ട അത് നമുക്ക് ഇതെപ്പോഴും തറച്ച് വെക്കാം. അതെ നമ്മൾ പായസത്തിന് കഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ 5-6 പപ്പടം വറുത്തിട്ടുണ്ട്. കുറച്ചേ വറുത്തുള്ളൂ. ഇത് നമുക്ക് ടിന്നിനകത്തിട്ട് വെക്കാം. കണ്ട അപ്പോൾ പപ്പടവും പാവയ്ക്ക വറുത്തതും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചക്ക ഇച്ചിരി അവിയലും വെച്ച് മീൻകറിയും വെച്ച് എല്ലാം ചെയ്യും. അപ്പോൾ നമ്മൾ പായസം വെക്കുക. അപ്പം നമുക്ക് അമ്മ ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. അടയും ചവോലിയും കൂടി ഇട്ട് കേട്ടോ. ഇച്ചിരി ചവോലിയും അടയും കൂടി ഇട്ട് അമ്മ നല്ലോണം അങ്ങ് വേവിക്കും. ഇത് വെന്ത് കഴിഞ്ഞിട്ട് അമ്മ ഇതങ്ങ് ഊറ്റിട്ട് ഇതിനകത്ത് തന്നെ ശർക്കര തന്നെ അമ്മ പാനി അയച്ച് വെച്ചിട്ടുണ്ട്. പാനി അയച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അത് അമ്മ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ പാലൊഴിക്കും. നമ്മൾ മെനഞ്ഞാന്നേ മാർക്കറ്റിൽ പോയി കമ്പോളത്തിൽ പോയി എണ്ണയൊക്കെ വാങ്ങി ക്വിസേ പോയപ്പോഴേ പിന്നെന്താ ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നേ. മാങ്കോ ഐസ്ക്രീമാണ് വാങ്ങിച്ചതേ. ഇതാണ്ടേ
അപ്പോൾ നമ്മളതിനകത്ത് ആപ്പിളൊക്കെ ഇട്ടതാ ഉണ്ടോ, മാംഗോ ഐസ്ക്രീമും ബർമസല്ലിയും ആപ്പിളും ഒക്കെ ഇട്ട് ഫലൂഡ പോലെ സെറ്റാക്കി എടുത്തേ. കഴിച്ചു നോക്കാം. നല്ല ഐസ്ക്രീമാട്ടോ, മാംഗോ. ബർമസിൽ ചേർത്ത് പഞ്ചാരയൊക്കെ ഇട്ട് വേവിച്ചതായിരുന്നു. പിന്നെ ആപ്പിള് പഴം ഇട്ട് കൊള്ളാം, സൂപ്പർ. ഹോം മെയ്ഡ് ഫലൂഡ. ടൂട്ടി ഫ്രൂട്ടി നട്ട്സൊക്കെ ഉണ്ടാക്കുന്നത് ഒന്നും ടേസ്റ്റ് കിട്ടും. പക്ഷെ ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുടിക്കട്ടെ. ഇപ്പോൾ എല്ലാ മക്കളും ചോറൊക്കെ കഴിച്ച് വെച്ചേക്കേ. അപ്പം നമുക്ക് ചോറ് വേണം. വാ നമുക്ക് താണ്ടേ നെല്ലുത്തലിയുടെ ചോറ്. നിങ്ങളൊക്കെ ഊണൊക്കെ കഴിച്ചോ? അമ്മ ചോറ് വിളമ്പുവാണേ. അതുകൊണ്ട് നമ്മുടെ നെല്ലുത്തലിയുടെ ചോറ്. പിന്നെ നമ്മുടെ മീൻകറി കണ്ടോ, മീൻകറി കുറച്ചമ്മ അതിനകത്തുനിന്ന് എണ്ണയിടാതെ മാറ്റിയിട്ട് ഇതിനകത്ത് അമ്മ വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. നമ്മൾ കുറച്ച് മീൻകറി അങ്ങോട്ട് ഇടാം. ഒരു കഷ്ണം മീൻ, കുറച്ച് ഗ്രേവി. കണ്ട നല്ല ടേസ്റ്റായി കറി കേട്ടോ, നല്ല മണമുണ്ട്. അത് നമ്മുടെ ചക്ക അവിയൽ വെച്ചത് കുറച്ച് മതി, അതുകൊണ്ട് അമ്മ കുറച്ചേ വെക്കത്തോളില്ല. എന്താ ചക്ക അവിയൽ തോന്നുന്നുണ്ട്. ഇത് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ പാവയ്ക്ക വറുത്തില്ലായിരുന്നോ, അതിൽ നിന്ന് കുറച്ച് വെക്കണം. ഒരുപാട് വേണ്ട, ഇച്ചിരി മതി, 2-3 മതി. പിന്നെ നമ്മുടെ നാരങ്ങാച്ചാർ ഇട്ടിട്ട് കണ്ടോ. നാരങ്ങാച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങയിൽ അവിടെ ഒഴിച്ചൊക്കെ അച്ചാറിട്ട് ഇരിപ്പുണ്ട്, അതെടുക്കുന്നില്ല. നാരങ്ങ എടുക്കാം. അതെ, അപ്പോഴേ നമ്മുടെ ചോറ്, ചൂര പറ്റിയത്, മുളക് വറ്റിച്ചത്, ചക്ക അവിയൽ, നാരങ്ങാച്ചാർ, പാവയ്ക്ക വറുത്തത്, പപ്പടമൊക്കെ നമുക്ക് വേണ്ട. ഇത് തന്നെ തോനെയുണ്ട്. അപ്പം അമ്മ കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഊണാൻ കഴിച്ചോ? അപ്പം നിങ്ങൾ ആരെങ്കിലും ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ലെങ്കിൽ വന്നാൽ അമ്മ ചോറും മീൻകറിയും ഒക്കെ തരാം. അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ, എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചോ? അപ്പം അമ്മ രാത്രി ആഹാരം കഴിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ചോറ്, പിന്നെ ഉച്ചലത്തെ ചക്ക അവിയൽ, പിന്നെ കുറച്ച് യോഗട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ അപ്പുറത്തെ എനിക്ക് മുളക് തന്നെ നല്ല പാൽമുളക് ഒക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ ചൂരക്കറിയുടെ ഒരു കഷ്ണം ചിരിച്ചാറ്. അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ അമ്മ ചിലപ്പോൾ ഒരു സ്ഥലം വരെ പോകും. അങ്ങനെ പോവുകയാണെങ്കിൽ അമ്മ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോഴും അമ്മ കഴിക്കട്ടെ. അപ്പോൾ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരാം. ടാറ്റാ.